ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे ഗുരുപരമ്പരാം. ഓം. നമ്മളിവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് നാരദീയ ഭക്തിസൂത്രങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ആരംഭത്തിൽ മംഗളാചരണം ചെയ്ത ശേഷം ഭക്തിയെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കേണ്ടത് അനിവാര്യമായതിനാൽ നാം ഭക്തിയെ വ്യാഖ്യാനിക്കുന്നു. അതൊരു പ്രതിജ്ഞാസൂത്രമാണ്. കർത്താവിനെ സംബന്ധിച്ചത് ഞാൻ രചിക്കും എന്നുള്ള പ്രതിജ്ഞയാണ്. അനുവാചകരെ സംബന്ധിച്ച് ഞങ്ങൾ പഠിക്കും എന്നുള്ള പ്രതിജ്ഞയാണ്. അതിനുശേഷം 2-3 സൂത്രങ്ങളിലായിട്ട് പരാഭക്തി നിർവചിക്കപ്പെട്ടു. ഭക്തി ഈ ഈശ്വരനിലുള്ള പരമപ്രേമമാണ്. അതോടൊപ്പം അത് അമൃതസ്വരൂപമാണ്. അമൃതസ്വരൂപം, ജ്ഞാനസ്വരൂപം. ഭക്തി ജ്ഞാന ലക്ഷണമാണ്. മരണധർമ്മത്തിനുപരി നമ്മെ ഉയർത്തുന്നതാണ്. ഇങ്ങനെ പരാഭക്തിയെ 2 സൂത്രങ്ങളെ കൊണ്ട് നിർവചിച്ച ശേഷം 3 സൂത്രങ്ങളെ കൊണ്ട് പരാഭക്തി നേടിയാലുള്ള, അതിനെ പ്രാപിച്ചാലുള്ള, അതിനെ അറിഞ്ഞാലുള്ള, 1 ലഭിച്ചാൽ, 2 പ്രാപിച്ചാൽ, 3 അറിഞ്ഞാലുള്ള ഫലം പറഞ്ഞു. അവിടെ നിസ്സംശയം പറയാം, പരമപുരുഷാർത്ഥമാണ്. കാരണം അമൃതനായിത്തീരുന്നു, ആനന്ദിയായിത്തീരുന്നു, സ്തബ്ധനായിത്തീരുന്നു, മത്തനായിത്തീരുന്നു എന്നിങ്ങനെയുള്ള വർണ്ണനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പരമ പുരുഷാർത്ഥത്തിലേക്ക്, സർവദുഃഖ നിവൃത്തി രൂപമായ മുക്തിയിലേക്ക് ഉയരുന്നു എന്ന്. ഇങ്ങനെ പരാഭക്തിയെ നിർവചിച്ച് പരാഭക്തിയെ പ്രാപിച്ചാലുള്ള ജന്മസാഫല്യം വെളിപ്പെടുത്തി. എന്നിട്ട് പരാഭക്തിയെ സംബന്ധിച്ച് ചില വിചാരങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഈ ഒരു ഭക്തി നമ്മളിൽ ശരിയായ ഭക്തി അങ്കുരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ താൽക്കാലികങ്ങളായ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം താനേ കൊഴിഞ്ഞു പോവുകയാണ്. അതാണ് തുടർന്ന് പറയുന്നത്.
അടുത്ത 2 സൂത്രങ്ങൾ നമുക്ക് ഒന്നിച്ച് പഠിക്കണം. ഇതുവരെ നമ്മൾ ഓരോരോ സൂത്രം വീതമാണ് ശ്രദ്ധിച്ചത്. പക്ഷെ അടുത്ത സൂത്രം 2 സൂത്രം ഒന്നിച്ച് ശ്രദ്ധിച്ചാലേ വ്യക്തത ഉണ്ടാവുള്ളൂ. നമുക്ക് ശ്രമിക്കാം. സാ ന കാമയമാന നിരോധരൂപത്വാത്. ഇതാണ് അടുത്ത സൂത്രം. സാ ന കാമയമാന നിരോധരൂപത്വാത്. അർത്ഥം സാമാന്യമായിട്ട് സാ എന്ന് പറഞ്ഞാൽ അവൾ. അവൾ എന്നിവിടെ പറയുമ്പോൾ ഭക്തി എന്നർത്ഥം. ഭക്തി സ്ത്രീലിംഗമാണല്ലോ. നേരത്തെയും അത് നമ്മൾ വിശദമായി ചിന്തിച്ചു. സാത്വസ്മിൻ പരമപ്രേമരൂപ എന്നുള്ള ഭക്തി നിർവചനത്തിൽ സാ ശബ്ദം വന്നപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചതാണ്, സ്ത്രീലിംഗമായതുകൊണ്ട്. അപ്പൊ സാ ഭക്തി, അവൾ, ന കാമയമാന കാമിക്കത്തക്കവളല്ല. ആ ഭക്തി കാമിക്കത്തക്കവളല്ല. ഇവിടെ ഒരു വിശദീകരണം ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? നിരോധരൂപത്വാത്, നിരോധരൂപമാണെന്നത് കൊണ്ട്. ഇതാണ് സൂത്രം. ഇപ്പൊ നിരോധരൂപമാണെന്നത് കൊണ്ട് ഭക്തി കാമിക്കത്തക്കവളല്ല എന്നാണ്. ഇപ്പൊ ഇവിടെ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ അല്പം വിചാരം ചെയ്യണം. കാരണം സാമാന്യമായിട്ട് കാമയമാന എന്ന് പറഞ്ഞാൽ കാമിക്കത്തക്കവൾ എന്നാണ് അർത്ഥം. ന കാമയമാന കാമിക്കത്തക്കവളല്ല എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോ ഭക്തി ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, അല്ലെങ്കിൽ ഭക്തി ഉണ്ടാവാൻ ആഗ്രഹിക്കരുത് എന്ന് അതിനൊരർത്ഥം വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞുകൂടാ, ഭാഷാപരമായി പറയാം. സാ ന കാമയമാന, സാ ഭക്തി ന കാമയമാന, ആഗ്രഹിക്കത്തക്കവളല്ല. എന്തുകൊണ്ട്? നിരോധരൂപത്വം. അതെന്ന് ആ നിരോധരൂപത്വം എന്നുള്ള ഭാഗം നമുക്ക് പിന്നീട് ശ്രദ്ധിക്കാം. ആദ്യം ഈ സാ ന കാമയമാന എന്നുള്ളത് ആദ്യം ചിന്തിക്കാം. അപ്പൊ നിരോധരൂപമാണെന്നത് കൊണ്ട് ഭക്തി കാമിക്കത്തക്കവളല്ല. ഇവിടെ ഭക്തി ഉണ്ടാവാൻ പ്രാർത്ഥിക്കരുത്, അല്ലെങ്കിൽ ഭക്തി ഉണ്ടാവാൻ ആഗ്രഹിക്കരുത് എന്നൊരർത്ഥം നമ്മൾ പറഞ്ഞാൽ അത് ഈ ശാസ്ത്രത്തിന് തന്നെ വിരുദ്ധമാകും. കാരണം ഭക്തി ഉണ്ടാവാനുള്ള ഉപായങ്ങൾ, ഉണ്ടായ ഭക്തിയെ ദൃഢീകരിക്കാനുള്ള മാർഗങ്ങൾ, ഇതൊക്കെയാണ് ഈ സൂത്രഗ്രന്ഥത്തിൽ ചിന്തിക്കുന്നത്. എന്നിരിക്കെ ഭക്തി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കരുത് എന്ന് ഈ സൂത്രത്തിന് സാമാന്യ വാച്യാർത്ഥം പറഞ്ഞുകൂടാ. സാമാന്യ വാച്യാർത്ഥം അതാണ്, അതിൽ സംശയമില്ല. സംസ്കൃത ഭാഷയുടെ പ്രാഥമിക ജ്ഞാനമുള്ളവർക്ക് തന്നെ അത് മനസ്സിലാവും. എന്നാൽ അതിവിടെ സ്വീകരിക്കാൻ വയ്യ. എന്തുകൊണ്ട് സ്വീകരിക്കാൻ വയ്യ? അത് ഗ്രന്ഥ താല്പര്യത്തിന് തന്നെ വിരുദ്ധമാണ്. കാരണം ഭക്തി ഉണ്ടാവണം എന്നുള്ളൊരു ആശയമാണല്ലോ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ഈ സൂത്രത്തിന്റെ അർത്ഥം? അപ്പോൾ കാമിക്കുന്നവൾ അല്ല ഭക്തി എന്ന് വരും. സ ന കാമയമാന എന്ന് വരും. ഭക്തി കാമിക്കുന്നവളല്ല എന്ന് വരും. ആ അർത്ഥം എടുക്കാനേ തരപ്പെടൂ. വാച്യാർത്ഥം കാമിക്കത്തക്കവളല്ല എന്നാണ് കാമയമാന. എന്നാൽ അത് ഈ ഗ്രന്ഥ താല്പര്യത്തിന് തന്നെ യോജിക്കാത്തത് കൊണ്ട്, ഇത് സൂത്രഭാഷയാണെന്നുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ അർത്ഥം സ്വീകരിക്കാനേ പറ്റൂ. ഭക്തി കാമിക്കുന്നവളല്ല, ഭക്തി കാമിക്കത്തക്കവളല്ല എന്ന് വെച്ചാൽ ഭക്തി ഉണ്ടാവാൻ കാമിക്കരുതെന്നല്ല, ഭക്തി കാമിക്കത്തക്കവളല്ല. എന്തിനെയെങ്കിലും കാമിക്കത്തക്കവളല്ല ഭക്തി. എന്തെങ്കിലും ഒരു പ്രയോജനാന്തരത്തെ കാമിക്കത്തക്കവളല്ല ഭക്തി.
വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മളിൽ ഭക്തി പ്രവേശിച്ചു, ഭക്തി നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് വെക്കുക. അപ്പോൾ നമ്മളിലൂടെ ഭക്തി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ പറയുകയാണ്, ഭക്തി കാമിക്കത്തക്കവളല്ല. ഭക്തി ഏതെങ്കിലും ഒരു പദാർത്ഥത്തെ, എന്തെങ്കിലും ഒരു സ്ഥാനത്തെ, എന്തെങ്കിലും ഒരു ധനത്തെ, എന്തെങ്കിലും ഒരു അർത്ഥത്തെ കാമിക്കത്തക്കവളല്ല ഭക്തി. ഭക്തിക്ക് അത് കാമിക്കാൻ സാധ്യമല്ല. അപ്പൊ അതിന്റെ ലളിതമായ അർത്ഥം എന്ത് വരും? ഈ ഭക്തി ഇവിടെ നമ്മൾ ചിന്തിച്ച, വിചാരം ചെയ്ത പരാഭക്തി, പരമപ്രേമരൂപ അമൃത സ്വരൂപാച്ച് എന്ന് പറയപ്പെട്ട ഭക്തി ഒരിക്കലും ഒരു പദാർത്ഥത്തെ അല്ലെങ്കിൽ ഒരു പദാർത്ഥാന്തരത്തെ കാമിക്കില്ല. കാരണം ഭക്തി കാമിക്കത്തക്കവളല്ല. നമ്മളിൽ എന്തെങ്കിലും ഒരു അപൂർണത വരുമ്പോ ആ അപൂർണതയെ നീക്കി പൂർണ്ണതയെ നേടാനാണല്ലോ നമ്മൾ കാമിക്കുന്നത്. സദ്ഭാവമോ ചിദ്ഭാവമോ ആനന്ദഭാവമോ എന്നിൽ അപൂർണമാണ് എന്ന ഭ്രമത്തിൽ നിന്നാണ് നമ്മൾ കാമം ഉണ്ടാവുന്നത്. ഈ പരാഭക്തി സ്വയം പൂർണ്ണയാണ്, അമൃത സ്വരൂപയാണ്. അമൃത സ്വരൂപയായതുകൊണ്ട് ഇപ്പൊ ഇത് നേടുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇതിനെ പ്രാപിക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇതിനെ അറിയുന്നത് കൊണ്ട് തന്നെ മനുഷ്യൻ സ്തബ്ധനാവുന്നു, മത്തനാവുന്നു, ആനന്ദിയാകുന്നു, അമൃതനാകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ യാതൊന്നിന്റെ പ്രാപ്തിയിൽ പരമപുരുഷാർത്ഥസ്ഥിതനാകുന്നുവോ മനുഷ്യൻ, ആ ഭക്തി മറ്റൊരു പ്രയോജനാന്തരത്തെ ആഗ്രഹിക്കില്ല, കാമിക്കില്ല. അപ്പൊ കാമിക്കത്തക്കവളല്ല ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയെ നേടാൻ കാമിക്കില്ല എന്നല്ല അർത്ഥം. ഭക്തി കാമിക്കത്തക്കവളല്ല. കാമിക്കത്തക്കവൾ എന്ന് പറഞ്ഞാൽ ന്യൂനതയുള്ളവളാണ്. ന്യൂനത ഉണ്ടായിട്ട് മറ്റൊന്നിനെ കാമിക്കുന്നു. അങ്ങനെ കാമിക്കത്തക്കവളല്ല ഭക്തി, കാമിക്കില്ല. അപ്പൊ ഈ ഭക്തി ഇവിടെ ചിന്തിച്ച പരാഭക്തി വന്നു കഴിഞ്ഞാൽ ഒരു ഭക്തൻ, ഒരു പരാഭക്തൻ ഒന്നിനെയും കാമിക്കുന്നില്ല. ഭഗവാനെ, ഭഗവതി, എനിക്ക് ഇന്നത് വേണേ, ഇല്ല, അത്തരം കാമനകൾ വരുന്നില്ല. അത് ആർത്തന്റെയോ ജിജ്ഞാസുവിന്റെയോ അർത്ഥാർത്ഥിയുടെയോ തലമല്ല. ആർത്തനായിരിക്കുമ്പോ, ജിജ്ഞാസുവായിരിക്കുമ്പോ, അർത്ഥാർത്ഥിയായിരിക്കുമ്പോ നമ്മൾ പലതിനെയും കാമിക്കും, പലതിനെയും ആഗ്രഹിക്കും. ദുഃഖ നിവൃത്തിക്ക് ആഗ്രഹിക്കും, ജ്ഞാനപ്രാപ്തിക്ക് ആഗ്രഹിക്കും, വിവിധ പദാർത്ഥങ്ങളെ നേടുന്നതിനോ നമ്മുടെ രോഗം നീങ്ങുന്നതിനോ വേദന നീങ്ങുന്നതിനോ ഒക്കെ നമ്മൾ ആഗ്രഹിക്കും. എന്റെ വേദനയൊക്കെ ഇല്ലാണ്ടാക്കി തരണേ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പദവി നേടിത്തരണേ, എനിക്ക് ലോട്ടറി കിട്ടണേ, പലതും ആഗ്രഹിക്കാം. അല്ലെങ്കിൽ എനിക്ക് നിന്നെ അറിയാൻ കഴിയണേ, ഭഗവതി, ഭഗവാനെ, നിന്റെ സ്വരൂപം, നീ ആരാണെന്ന് എനിക്കൊന്ന് അറിയാൻ കഴിയണേ, നിന്റെ സ്വരൂപം അറിയാൻ കഴിയണേ, അത് ജിജ്ഞാസുവാണ്, അവിടെയും ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് സർവ്വ സംസാര ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടണേ, എനിക്ക് മോക്ഷം ലഭിക്കണേ, അതും ഒരു ആഗ്രഹം തന്നെ. അപ്പൊ പരാഭക്തനെ സംബന്ധിച്ച് അയാൾ സ്വയം പൂർണ്ണനാണ്. സ്തബ്ധോ ഭവതി, മത്തോ ഭവതി, ആത്മാരാമോ ഭവതി. അതുകൊണ്ട് തന്നെ ഐഹികമോ പാരത്രികമോ ആയ, ഈ ലോക സംബന്ധിയോ പരലോക സംബന്ധിയോ ആയ യാതൊരാഗ്രഹവും അവിടെ ഇല്ല. പരാഭക്തിയും ആഗ്രഹവും ഒന്നിച്ച് നിൽക്കില്ല. എന്തുകൊണ്ട്? കാരണം പറയാണ്, നിരോധരൂപത്വ, നിരോധരൂപമാണെന്നതുകൊണ്ട്, നിരോധരൂപമാണെന്നതുകൊണ്ട്. ഇപ്പൊ സാധാരണഗതിയിൽ ഈ നിരോധരൂപം എന്താണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ വേണ്ടത്. എന്താണ് ഈ നിരോധരൂപം എന്നാൽ
അതിന് പുറപ്പെടരുത്. എന്താണ് നിരോധരൂപം എന്ന് സ്വാമി വ്യാഖ്യാനിക്കൂ എന്ന് ആരും പറയരുത്. എന്തുകൊണ്ടെന്നാൽ സൂത്രകാരൻ സ്വയമേവ നിരോധത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇപ്പൊ സൂത്രകാരൻ സ്വയമേവ നിരോധം എന്താണെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ കയറി വ്യാഖ്യാനിക്കരുത്. എവിടെ ഒരു സൂത്രത്തിൽ സൂത്രകാരൻ ഏതെങ്കിലും ആശയത്തെ സ്പഷ്ടമാക്കുന്നില്ലയോ, അഥവാ ശ്രുതി സ്മൃതി ന്യായ പ്രമാണങ്ങൾക്കനുസരിച്ച് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതെന്തോ അതിനെ ശാസ്ത്ര അവിരുദ്ധമായി വ്യാഖ്യാനിക്കാം. അതാണ് വ്യാഖ്യാനത്തിന്റെ രീതി. ശാസ്ത്ര അവിരുദ്ധമായിട്ട് ഒരു കാരണവശാലും ശാസ്ത്ര വിരുദ്ധമായിട്ട് വ്യാഖ്യാനിച്ചുകൂടാ. അപ്പോൾ അങ്ങനെ വരുമ്പോ നിരോധ ശബ്ദം കണ്ടു കഴിഞ്ഞാൽ അത് വ്യാഖ്യാനിക്കേണ്ടതാണ്. എന്താണ് നിരോധം? കാരണം നിരോധ രൂപത്വാത് എന്ന് പറഞ്ഞാൽ നിരോധ രൂപമായതുകൊണ്ട് എന്നാണ് അർത്ഥം. പക്ഷേ ഈ സൂത്രത്തെ സംബന്ധിച്ച് നമ്മൾ വ്യാഖ്യാനിക്കരുത്. എന്തുകൊണ്ടെന്നാൽ തൊട്ടടുത്ത സൂത്രത്തിൽ എന്താണ് നിരോധം എന്ന് സൂത്രകാരൻ പറയുന്നു. അതുകൊണ്ടാണ് ഈ രണ്ട് സൂത്രങ്ങൾ ഒന്നിച്ച് പഠിക്കണം എന്ന് പറഞ്ഞത്. എന്താണ് നിരോധം? നിരോധസ്തു ലോകവേദ വ്യാപാര ന്യാസഃ. നിരോധസ്തു ലോകവേദ വ്യാപാര ന്യാസഃ. ഇതാണ് സൂത്രം. പദം ഛേദിച്ചാൽ നിരോധഃ തു ലോകവേദ വ്യാപാര ന്യാസഃ. നിരോധം ആകട്ടെ. ഇപ്പൊ നിരോധ രൂപമാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ സൂത്രത്തിൽ പറഞ്ഞു നിരോധ രൂപമാണ്. അപ്പൊ എന്താണ് നിരോധം? നിരോധമാകട്ടെ. തു, ഇവിടെ തു പറഞ്ഞത് മുൻ സൂത്രത്തിൽ പറഞ്ഞതിന്റെ വിശദീകരണമായത് കൊണ്ടാണ്. നിരോധമാകട്ടെ ലോകവേദ വ്യാപാരന്യാസഃ. ലോകത്തിലെയും വേദത്തിലെയും വ്യാപാരങ്ങളെ ഉപേക്ഷിക്കുക എന്നതാണ്. ഒന്നുകൂടി പറയാം. നിരോധമെന്നാൽ ലോകവ്യാപാരങ്ങളെയും വേദവ്യാപാരങ്ങളെയും ഉപേക്ഷിക്കുക എന്നതാണ്. അപ്പൊ നിരോധ രൂപത്വാത് എന്ന് പറഞ്ഞാൽ അർത്ഥം ലോകവേദ വ്യാപാരങ്ങളെ ഉപേക്ഷിക്കുക എന്ന രൂപമാണ് എന്നതുകൊണ്ട് ഭക്തി കാമിക്കുകയില്ല. നമ്മൾ ഈ കാമിക്കുന്നതൊക്കെ എന്തിനെയാ? പണത്തിന് കാമിക്കുന്നു, സ്ഥാനങ്ങൾക്ക് കാമിക്കുന്നു, പദവികൾക്ക് കാമിക്കുന്നു, ആണിനെ കാമിക്കുന്നു, പെണ്ണിനെ കാമിക്കുന്നു, അഥവാ നപുംസകത്തെ കാമിക്കുന്നു, ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോവാൻ കാമിക്കുന്നു. പലതാവാം. കോടാനുകോടി കാമനകൾ നമുക്ക് വരാം, അഥവാ കാമ്യ വിഷയങ്ങളുണ്ട്. പക്ഷെ ഈ കാമ്യ വിഷയങ്ങൾക്കൊക്കെ ഒരു സ്വഭാവം, അതൊക്കെ ലോകത്തിലുള്ളതാണ്, ലോകവുമായി ബന്ധപ്പെട്ടതാണ്. ഭഗവാനെ എന്റെ രോഗം മാറ്റിത്തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു വെച്ചാൽ അതും ലോകത്തിലുള്ളത് തന്നെയാണ്. കാരണം ലോകത്തിലുള്ള എന്റെ ശരീരത്തിൽ വന്ന വ്യാധി ഇല്ലാതാക്കണം എന്നാ. ആ, ഇതെല്ലാം ലോകവ്യാപാരങ്ങളാ. അപ്പൊ ലോകവ്യാപാരങ്ങളെല്ലാം ഈ ലോക സംബന്ധിയായിട്ടുള്ളതാണ്. നമ്മുടെ കാമനകളെല്ലാം ഈ ലോകവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ വ്യാപാരങ്ങളെ നസിക്കുക, ഉപേക്ഷിക്കുക എന്നുള്ള രൂപമാണ് ഭക്തിയുടേത്. കാരണം പരാഭക്തി നമ്മളിൽ അങ്കുരിക്കുമ്പോഴത്തേക്ക് ഈ ലോകസംബന്ധിയായ താത്കാലിക വിഷയങ്ങളൊക്കെ തന്നെ അപ്രസക്തമാകുന്നു. ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തതഃ. യാതൊന്നിനെ ലഭിച്ചാൽ മറ്റൊന്ന് പിന്നെ ലഭിക്കേണ്ടതായിട്ടില്ലയോ. അതാണ് പരമമായ ആനന്ദ ലാഭം. അതാണ് ഈശ്വര സ്വരൂപം.
ആ ഒരു ആനന്ദിയായാൽ, ആ ഒരു അമൃതത്വത്തെ പ്രാപിച്ചാൽ പിന്നെ എന്താഗ്രഹിക്കാൻ? ഇല്ലൊന്നും. അതുകൊണ്ട് എല്ലാ കാമനകളും സാമാന്യമായിട്ടുള്ളത് ഈ ലോകസംബന്ധിയായതാണ്. അഥവാ ലോകകാമനകളെല്ലാം തന്നെ ഈ ലോകത്തിലെ വിഷയങ്ങളാണ്. ലോകവ്യാപാരങ്ങൾ അതിനാണല്ലോ, ഈ ലോകസംബന്ധിയായ കാമങ്ങളെ നേടാൻ. ഇനി വേദവ്യാപാരം. വേദവ്യാപാരം എന്ന് പറഞ്ഞാൽ വേദം വിറ്റ് കാശാക്കല്ല, അത് ലോകവ്യാപാരമാണ്. വേദം വിറ്റ് കാശാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ലോകവ്യാപാരമാണ്. മറിച്ച് ഇവിടെ വേദവ്യാപാരം എന്ന് പറഞ്ഞാൽ വേദത്തിൽ വിഹിതങ്ങളായ യാഗാദി കർമ്മങ്ങളെ നിർവഹിക്കുന്നു. അവിടെ വിവിധങ്ങളായ യാഗാദി കർമ്മങ്ങളെ യജമാനൻ നിർവഹിക്കുന്ന സമയത്ത് പാരലൗകികമായിരിക്കുന്ന അർത്ഥങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിനപ്പുറത്തുള്ള. സ്വർഗകാമോ യജേത, സ്വർഗകാമൻ യജിക്കേണ്ടതാകുന്നു. സ്വർഗകാമൻ യജനം ചെയ്യേണ്ടതാകുന്നു. അപ്പൊ സ്വർഗത്തെ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ തന്നെ വിവിധ തലങ്ങൾ, അതിൽ ഉച്ചതമങ്ങളായ സ്വർഗങ്ങളെ ആഗ്രഹിച്ച് ഉച്ചതമങ്ങളായ യാഗങ്ങളെ ചെയ്യുന്നു. ഇപ്പൊ സാമാന്യമായിരിക്കുന്ന എല്ലാ യാഗവിശേഷങ്ങളും തന്നെ യജമാനൻ ഊർധ്വലോകങ്ങളെ ആഗ്രഹിച്ചു ചെയ്യുന്നതാണ്. ചിന്തിക്കുക. വൈദികങ്ങളായ ഉപാസനാ കർമ്മങ്ങൾ താൻ ഇരിക്കുന്ന ഭൂലോകത്തിൽ നിന്ന് ഉപരി ഊർധ്വലോകങ്ങളെ പ്രാപിക്കുന്നതിന് ആഗ്രഹിച്ചിട്ടാകുന്നു. ഭുവഹ സുവഹ ഇത്യാദി. തീർച്ചയായിട്ടും ഉപാസനാ തലത്തിൽ അനിവാര്യമാണ്, സംശയമില്ല. പക്ഷേ ലോകാന്തരങ്ങളെ, ഊർധ്വലോകങ്ങളെ ആഗ്രഹിക്കുന്നതാണത്. ഊർധ്വലോക പ്രാപ്തിക്കാകുന്നു, പരലോക പ്രാപ്തിക്കാകുന്നു യാഗവിശേഷങ്ങൾ. ജ്യോതിഷ്ടോമ അഥവാ അഗ്നിഷ്ടോമ, സോമയാഗ, അതിരാത്ര ഇത്യാദി. അവയുടെ അവാന്തരങ്ങളായിരിക്കുന്ന ഫലവിശേഷങ്ങൾ പലതുണ്ടാവും. പക്ഷെ മുഖ്യോദ്ദേശം, മുഖ്യഫലം സ്വർഗാദി ലോകപ്രാപ്തിയാണ്. അപ്പോൾ സ്വർഗാദി ലോകത്തെ സംബന്ധിച്ചോ ഇവിടുന്ന് നോക്കുമ്പോൾ വളരെ കേമമാണ്. അവിടുത്തെ ചിരഞ്ജീവികയും അവിടുത്തെ നൃത്തവും അവിടുത്തെ ഗീതവും അവിടുത്തെ അപ്സരസ്സുകളും അവിടുത്തെ ഗന്ധർവന്മാരും എല്ലാം കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ കേമാണ്, വളരെ കേമമാണ്. പുഷ്പിതാംബാചം, പുഷ്പിതങ്ങളായ വാക്കുകളെ നമുക്ക് പറയേണ്ടി വരും സ്വർഗത്തെ സംബന്ധിച്ച്. അങ്ങനെ പുഷ്പിതങ്ങളായ വാക്കുകളെ പറയുന്ന ആളോട് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ വിഷയം, എങ്കിലും പറയേണ്ടി വരും. പക്ഷേ വിവേകശാലിയെ സംബന്ധിച്ച് അതും ലോകാന്തരം തന്നെ. വിവേകിയെ സംബന്ധിച്ച് യദേവേഹ തദമുത്ര, യദമുത്ര തദന്വിഹ. ഇവിടെ എന്താണുള്ളത് അത് തന്നെയാണ് അവിടെയും, അവിടെ എന്താണുള്ളത് അത് തന്നെയാണ് ഇവിടെയും. അപ്പൊ ഇവിടെ ഉള്ളത് തന്നെയാണ് അവിടെയും, ഇവിടെയുള്ളതിന്റെ സുഖത്തിന്റെ കുറച്ച് ഡിഗ്രി കൂടുതൽ ഉണ്ടാവും. ഇവിടുത്തെ ചായക്ക് ഒരു പ്രത്യേക മധുരം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 100 ഇരട്ടി മധുരം കണ്ടേക്കാം, അഥവാ 10,000 ഇരട്ടി, ലക്ഷം ഇരട്ടി. പക്ഷെ മധുരം അല്ലാത്തൊരു സാധനം ഉണ്ടാവില്ലല്ലോ. ഇവിടുത്തെ മദ്യത്തിന്റെ ലഹരി ഒരു നിശ്ചിത മാത്ര ലഹരി ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 48.2% വോളിയം ബൈ വോളിയം
ആൽക്കഹോൾ ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 4800 എന്നൊന്നും പറയാൻ വയ്യല്ലോ. മാക്സിമം 100 ഉണ്ടാവും, 100%, ഇത്രയേ ഉള്ളൂ. 100 വോളിയം ബൈ വോളിയം. അപ്പൊ ഇതിന്റെ ഒരു ഒരു 2.5 ഇരട്ടി ലഹരി കൂടുതലുണ്ടാവും. ഇപ്പൊ ഇവിടെയുള്ള സുന്ദരി, അവിടെ അപ്സരസ്, കുറെ കേമായിട്ടുള്ള സൗന്ദര്യം ഉണ്ടാവും, പക്ഷെ ഇന്നതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ ഉള്ളത് എന്താണോ അത് തന്നെയാ അവിടെ ഉള്ളത്, അവിടെ എന്താണുള്ളത് അത് തന്നെയാ ഇവിടെ ഉള്ളത്. യഥേവേഹ തദമുത്ര യഥമുത്ര തദന്വിഹ. ഇവിടെ എന്തോ അത് തന്നെ അവിടെ, അവിടെ എന്തോ അത് തന്നെ ഇവിടെ. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായ ശ്രുതി പറയും. കർമ്മഫലരൂപങ്ങളായ അനുഭവ മണ്ഡലങ്ങളെ ശരിക്ക് നിരൂപണം ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രാഹ്മണൻ വൈരാഗ്യത്തെ പ്രാപിക്കുന്നു, വിവേകി വൈരാഗ്യത്തെ പ്രാപിക്കുന്നു. എന്താ അത്? നാസ്തി അകൃത കൃതേന, ചെയ്തതിനെ കൊണ്ട് ചെയ്യാത്തതിനെ പ്രാപിക്കാൻ സാധ്യമല്ല. അപ്പൊ പുണ്യഫലമാണ്, യാഗജമാകുന്ന കർമ്മഫലമാണ് സ്വർഗമെങ്കിൽ അത് തീർച്ചയായിട്ടും അനിത്യമാണ്. കാരണം അകൃതമായത് കൃതം കൊണ്ട് നേടില്ല. ശ്രുതി വീണ്ടും പറയുന്നു, നഹ്യധ്രുവൈഹി പ്രാപ്യതേഹി ധ്രുവം തത്. അനിത്യങ്ങളായതിനെ കൊണ്ട് നിത്യമായത് പ്രാപിക്കപ്പെടില്ല. അപ്പൊ പ്രാപിക്കപ്പെടുന്നതോ അത് അനിത്യമാണ്. പുണ്യസഞ്ചയമാണ് സ്വർഗപ്രാപ്തിക്ക് ഹേതുവെങ്കിൽ ആ പുണ്യം ഉപഭോഗം കൊണ്ട് ക്ഷയിക്കുമ്പോൾ തിരികെ വരണം. അതുകൊണ്ട് വളരെ മയപ്പെടുത്തിയിട്ട്, വളരെ മിനുസപ്പെടുത്തിയിട്ട് ഭഗവാൻ തന്റെ ഗീതോപദേശത്ത് പറഞ്ഞു, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് തലകുത്തനെ മനുഷ്യലോകത്തിലേക്ക് വരുന്നു. അത് ഭഗവാൻ മയപ്പെടുത്തി പറഞ്ഞതാ. പരമാർത്ഥം അതിനേക്കാൾ കുറച്ചും കൂടി ഏറെ പറയണം. നാകസ്യ പൃഷ്ഠേ സുഹൃതേനു ഭൂത്വ ഇമം വാ ഹീനതരം വാ വിശന്തി. ഇതാണ് ശ്രുതി പറയുന്നത്. സ്വർഗത്തിന്റെ ഉപരിതലത്തില് ആ പുണ്യത്തിന്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യലോകത്തെയോ ഇതിനേക്കാൾ കീഴ്പ്പെട്ടുള്ളതിനെയോ പ്രാപിക്കാം. ഇനി കീഴ്പ്പെട്ടുള്ളതിനെ പ്രാപിച്ചില്ല എന്ന് വിചാരിച്ചോളൂ, ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ മനുഷ്യലോകത്തെ തന്നെയാ പ്രാപിക്കണമെന്ന് വിചാരിച്ചോളൂ. എന്തൊരു കഷ്ടമായിരിക്കും അതൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഒരു വ്യക്തി, ഞാനൊരു ഒരു കുടിലില് അങ്ങനെ കഴിയാണ്. കഷ്ടി 2 ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഞാൻ കുറച്ച് കഞ്ഞി കുടിക്കാറുണ്ട്. അതിൽ കേമായിട്ട് കറിയും അതും ഇതൊന്നും ഇല്ലെങ്കിലും 2 ദിവസത്തിൽ ഒരു നേരമെങ്കിലും കഞ്ഞി കുടിക്കുകയാണ് ആ കുടിൽ. അങ്ങനെ കഴിയുന്ന സമയത്താണ് ഒരാൾ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, സ്വാമി, സ്വാമിയുടെ ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ വളരെ ദുഃഖിതനാണ്. അതുകൊണ്ട് അതുകൊണ്ട് സ്വാമിക്ക് ഞാൻ ഒരു മാസം താമസിക്കാൻ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ ഒരു ഒരു വലിയൊരു സ്യൂട്ട് തരികയാണ്. എന്തൊരു സന്തോഷം! ഞാൻ സ്വപ്നം കണ്ടു. എന്തായിരിക്കും ആ 7 സ്റ്റാർ ഹോട്ടലിന്റെ സ്ഥിതി? അതും അവിടെ ഒരു സ്യൂട്ട്. എന്തൊക്കെ നടക്കും? ഇതൊക്കെ ഞാൻ കണക്ക് കൂട്ടി. അവിടെ എത്തി. സുഖത്തിന്റെ പാരമ്യമാണ്. ഞാൻ എന്നെ തന്നെ മറന്നു. എന്തൊക്കെ ഞാൻ കാണിച്ചു കൂട്ടിയെന്നൊന്നും പറയാൻ വയ്യ. അത്ര വലിയ സുഖം. ഏയ്, വല്ലാത്ത സുഖമാണ്. 2-മത്തെ ദിവസം സുഖം, 3-മത്തെ ദിവസവും സുഖം. അങ്ങനെ 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 ഒരു 10 ദിവസമായപ്പോ വലിയ സുഖം ഉണ്ടെങ്കിലും ഒരു ചിന്ത വരാൻ തുടങ്ങി. ഇനി 20 ദിവസമല്ലേ ഉള്ളൂ. ഒരു 15-മത്തെ ദിവസം ആയപ്പോഴത്തേക്ക് സുഖാനുഭവം ഉണ്ട്, ഇല്ലെന്ന് പറയരുത്. പക്ഷേ തുല്യ ദുഃഖവും വരാൻ തുടങ്ങി. ഇനിയിപ്പോ എന്താവും 15 ദിവസം കഴിഞ്ഞാൽ? ഒരു 20 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു സുഖവും ഇല്ല. എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്, പക്ഷെ ഒരു സുഖവും ഇല്ല. ഒരു 28 ആയപ്പോഴത്തേക്ക് പറയണ്ട. 29 ആയപ്പോഴത്തേക്ക് എനിക്ക് വെള്ളം തന്നെ കുടിക്കാൻ വയ്യ. ഇനി ഒരു ദിവസം കൂടിയല്ലേ ഇതുള്ളൂ ഈ സ്വർഗീയ സുഖം. 30-ാം ദിവസം കഴിഞ്ഞു, അവിടെ തന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയാണ്.
അത് എനിക്ക് അവിടത്തേക്ക് ഒരു മാസത്തെ സ്യൂട്ട് ഏർപ്പാട് ചെയ്ത ആളോട് ഞാൻ ചോദിച്ചു, "നിങ്ങളൊരു കാര്യം ചെയ്യോ? എനിക്ക് 7 സ്റ്റാറും വേണ്ട, 5 സ്റ്റാറും വേണ്ട, 3 സ്റ്റാറും വേണ്ട, ഒരു സ്റ്റാറും വേണ്ട. കുറച്ച് ഇതുപോലൊരു കേമായിട്ടുള്ളൊരു സംവിധാനം എനിക്ക് എന്തെങ്കിലും ഒന്ന് ഒരുക്കി തരുമോ?" "സാധ്യമല്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഞാൻ പാലിച്ചു. കഴിഞ്ഞു. ഇനിയിപ്പോ 30 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോവേ വഴിയുള്ളൂ." ദയയ്ക്ക് വേണ്ടി ഞാൻ പലതും ദയാപൂർവ്വം പലതും അഭ്യർത്ഥിച്ചു. ദയയ്ക്ക് വേണ്ടിയിട്ട് ഇല്ല. ഒരു ദയയില്ല. പുറത്ത് പോയേ മതിയാവൂ. ഇവിടെ താമസിക്കാനുള്ള പാസ് കഴിഞ്ഞു. ഇനി ഞാൻ എങ്ങോട്ട് വരണം? ഇനി ഞാൻ എങ്ങോട്ട് വരണം? എന്റെ കുടിലിലേക്ക് തന്നെ വരണം. ഈ കുടിലിൽ എനിക്ക് നേരത്തത്തെ സമാധാനവും സന്തോഷവും ഉണ്ടാവുമോ ഇനി? സമദർശിയാണ് എങ്കിൽ ഉണ്ടാവും. പക്ഷെ സമദർശിക്ക് അവിടെ പോയാൽ ഇത്ര വലിയ സുഖം തോന്നൂലല്ലോ. അപ്പൊ അവിടെ പോയപ്പോ സുഖം തോന്നിയ സ്ഥിതിക്ക് അത് നഷ്ടപ്പെട്ടാ ദുഃഖവും തോന്നും. അപ്പോൾ ഇനി എന്റെ പഴയ കുടിലിലേക്ക് ഞാൻ തിരിച്ചെത്തിയാൽ എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് നോക്കൂ. ഇതേപോലെയല്ലേ സ്വർഗത്ത് പോയവരുടെ സ്ഥിതി. ഇത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും സ്വർഗം ആഗ്രഹിക്കുകയോ? സ്വർഗരാജ്യം ദാ ഞങ്ങളുടെ കൂടെ കൂടിയാ കിട്ടും. ഞങ്ങളുടെ കൂടെ കൂടിയാ സ്വർഗം കിട്ടും. അതുകൊണ്ട് ഇങ്ങോട്ട് വരൂ, വരൂ, വരൂ എന്ന് പറയുന്ന സ്വർഗത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നാട് മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്നാ പറയുക, സഹോദരങ്ങളെ, എനിക്ക് വേണ്ടേ വേണ്ട, എന്നെ വെറുതെ വിടൂ. എനിക്ക് സ്വർഗം വേണ്ട. കാരണം സ്വർഗത്തിൽ പോയി കഴിഞ്ഞാലുള്ള സ്ഥിതി ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ കഴിഞ്ഞു കൂടട്ടെ. അല്ല സഹോദര, സ്വർഗം വളരെ കേമമാണ്. സ്വർഗം നിത്യമാകുന്നു. സ്വർഗം എങ്ങനെ നിത്യമാകും? കർമ്മസാധ്യമല്ലേ? പ്രാർത്ഥനാ സാധ്യമല്ലേ? ഉപാസനാ സാധ്യമല്ലേ? വിശ്വാസ സാധ്യമല്ലേ? അപ്പൊ കൃതിസാധ്യമായത് ഒരിക്കലും നിത്യമാവില്ലല്ലോ. അപ്പൊ സ്വർഗം അനിത്യമാണ്. നിത്യസ്വർഗം എന്നതിന് യുക്തിയില്ല. നിത്യസ്വർഗം എന്നുള്ളതിന് ശ്രുതിയില്ല എന്ന് പറയുന്നില്ല. നിത്യസ്വർഗം എന്നുള്ളതിന് ശ്രുതിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ വിഡ്ഢിത്തരാണ്. കാരണം ഞാൻ ശ്രുതി എന്ന് കണക്കാക്കുന്നത് പോലെ വേറൊരു മതത്തിൽപ്പെട്ട ആൾക്ക് അവരുടെ ഗ്രന്ഥത്തെ ശ്രുതി എന്ന് കണക്കാക്കാം. അതുകൊണ്ടാണ് ശ്രുതിസമ്മതി ഇല്ല എന്ന് പറയാത്തത്. മറിച്ച് യുക്തിയില്ല. കാരണം കൃതിസാധ്യമാണ് സ്വർഗമെങ്കിൽ കൃതിസാധ്യമായ എന്തും അനിത്യമായിരിക്കും. അപ്പൊ നിത്യസ്വർഗം എന്നൊന്ന് യുക്തിയുടെ മുമ്പിൽ നിൽക്കില്ല. അതുകൊണ്ട് അതുകൊണ്ട് വൈദികങ്ങളായിരിക്കുന്ന വ്യാപാരത്തിന്റെ ലക്ഷ്യമായ യാഗാദി കർമ്മങ്ങളുടെ ലക്ഷ്യമായ സ്വർഗം തുടങ്ങിയ പരലോകങ്ങള്, പാരത്രിക സുഖങ്ങള് അവയും അനിത്യമാണ്. അവയും അനിത്യമാണ്. ചിന്തിക്കുക. അപ്പോൾ എപ്രകാരമാണോ ലൗകികങ്ങളായിരിക്കുന്ന വിഷയകാമനകൾ പരാഭക്തനിലില്ലാത്തത്, അതുപോലെ പാരലൗകികങ്ങളായിരിക്കുന്ന ആഗ്രഹങ്ങളും അവിടുന്ന് വിട്ടുപോയി. അതെല്ലാം അല്പമാണ്, തുച്ഛമാണെന്നറിഞ്ഞു. മറിച്ച് അനൽപമായ ആനന്ദ സമുദ്രത്തിൽ അയാൾ സ്വയം അമർന്നിരിക്കുകയാണ്. അനൽപമായ ആനന്ദ സമുദ്രം ഈശ്വര ഭാവമാണ്. അവിടെ ആനന്ദിയായി അമൃതനായിട്ട് അയാൾ വിരാജിക്കുകയാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ലൗകികങ്ങളും വൈദികങ്ങളുമായ വ്യാപാരങ്ങള്, കർമ്മങ്ങള് നശിച്ചിരിക്കുകയാണ്, ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഈ ലോകം എന്നാൽ ഇതാ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഭൂലോകം, ഭുവർലോകം എന്നാൽ ഇതാ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സുവർലോകം എന്നാൽ ഇതാ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഭൂഹു, ഭുവഹ, സുവഹ എന്നീ 3 ലോകങ്ങളും എന്നാൽ ഇതാ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഉപേക്ഷിക്കുക എന്നുള്ളത് അതിക്രമിക്കുക എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒന്ന് അതിക്രമിക്കപ്പെടുന്നത് അത് അപ്രസക്തമായി തീരുമ്പോഴാണ്.
ഒരിടത്ത് 365 ദിവസവും 24 മണിക്കൂറും നമുക്ക് മധ്യാഹ്ന സൂര്യൻ ഉള്ളതുപോലെ ജ്വലിക്കുന്ന സൂര്യൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. നമുക്ക് മധ്യാഹ്ന സൂര്യൻ എപ്രകാരമാണോ അപ്രകാരം ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ 24 മണിക്കൂറും ഉണ്ട്, 365 ദിവസം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ നമുക്ക് മണ്ണെണ്ണ വിളക്ക് വേണോ? അവിടെ മെഴുതിരി നോക്കണോ? അവിടെ നമുക്ക് മറ്റേതെങ്കിലും വിളക്കിന്റെ ആവശ്യമുണ്ടോ? ഒന്നുമില്ല. അന്നാട്ടിൽ വിളക്ക് ആവശ്യമില്ല. അപ്പോൾ ഈശ്വരന്റെ ആ ഒരു പരമമായ പ്രേമം, ആ പരമപ്രേമത്തിൽ ആമഗ്നനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലോകവ്യാപാരവും വേദവ്യാപാരവും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്, അതിക്രമിക്കപ്പെട്ടിരിക്കുകയാണ്, അവ അപ്രസക്തമായി തീർന്നിരിക്കുകയാണ്. അയാളെ സംബന്ധിച്ച് ലോകവ്യാപാരവും ഇല്ല, വേദവ്യാപാരവും ഇല്ല. ചിന്തിക്കുക. ഈ ലോകവേദ വ്യാപാരങ്ങളെ ന്യസിക്കുന്നതിനാകുന്നു നിരോധം എന്ന് നാരദൻ ഇവിടെ പറയുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ നിരോധം എന്നുള്ളതിന് ചിദാനന്ദപുരി സ്വാമി വേറെ എന്തെങ്കിലും ചില വ്യാഖ്യാനങ്ങൾ പറയുമായിരുന്നു. അതുകൊണ്ടാണ് ആ സൂത്രത്തിന് സ്വയം പൂർണ്ണമല്ല. കാരണം നിരോധം എന്തെന്നുള്ളത് അവിടെ വ്യക്തമല്ല. അതുകൊണ്ട് നമ്മൾ കയറി വ്യാഖ്യാനിച്ചേക്കരുത്. എന്തുകൊണ്ടെന്നാൽ ആചാര്യൻ തന്നെ നിരോധത്തെ വിസ്തരിക്കുന്നുണ്ട് അടുത്ത സൂത്രത്തിൽ എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പോൾ സൂത്രം നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം. സാ ഭക്തി ന കാമയമാന, കാമിക്കത്തക്കവളല്ല. അവിടെ ഭക്തിയെ കാമിക്കാതെ അല്ല എന്നല്ല പറഞ്ഞത്, ഭക്തി കാമിക്കത്തക്കവളല്ല. ഭക്തി ഉള്ളിലുണ്ടെങ്കിൽ അവൾ ഒന്നിനെയും കാമിക്കില്ല, അതർത്ഥം. പിന്നെ കാമന ഇല്ല. എന്തുകൊണ്ട്? നിരോധരൂപത്വാത്. അപ്പൊ എന്താ നിരോധം? നിരോധം എന്നാൽ ലോക വേദ വ്യാപാര ന്യാസമാണ്. ലോകവ്യാപാരത്തെയും വേദവ്യാപാരത്തെയും ന്യസിച്ചിരിക്കുന്നു, ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് നിരോധം. ഇതാണ് ഈ രണ്ട് സൂത്രങ്ങൾ ഒന്നിച്ച് വിചാരം ചെയ്യണം എന്ന് പറഞ്ഞത്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇന്ന് ഈ ഒരു കാര്യപരിപാടി അതിൻ്റെ ഹോസ്റ്റായിട്ടിരിക്കുന്ന വ്യക്തികളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം തിരക്കെന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തത്ര തിരക്കുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അല്പവും വിശ്രമമില്ലാത്തൊരു സ്ഥിതിയാണ്. പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമുക്ക് തൽക്കാലമായിട്ട് സംശയ നിവാരണങ്ങൾ, ചോദ്യങ്ങളൊക്കെ മാറ്റിവെക്കാം. അടുത്ത ആഴ്ചത്തേക്ക് മുടക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇന്നിതിൽ വന്നത്. എല്ലാവരും തിരക്ക് മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ സമയം സംശയ നിവാരണത്തിന് നീക്കി വെക്കാം. ഇന്ന് ഇത് ഉപസംഹരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും സമ്മതാവണം എന്ന് പറയുകയാണ്. നമസ്തേ. എന്താണ് രാജീവ് ജി പറഞ്ഞതിനെ പറ്റി അഭിപ്രായം? അങ്ങനെ തന്നെ ആവട്ടെ സ്വാമിജി. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയോടെ ശരി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.